എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. പി കിസാൻ സമ്മാൻ നിധിയുടെ 19ാമത്തെ ഗഡു നമുക്ക് ഡിസംബർ 15-ാം തീയതി എത്തുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം നമുക്കിപ്പം 8,000 രൂപയായിട്ട് വർദ്ധിപ്പിക്കുന്നു എന്നുള്ള അപ്ഡേഷൻ നേരത്തെ വന്നിരുന്നതാണ്. അതിന്റെ പ്രകാരമായിരിക്കാം ഇപ്പോൾ 15-ാം തീയതി എന്നുള്ള പ്രഖ്യാപനം നമുക്ക് വരുന്നത്. അപ്പൊ അതിന് മുമ്പായിട്ട് തന്നെ ഇഷ്ടം പോലെ ആൾക്കാർക്ക് ഇപ്പോൾ ഇൻഎലിജിബിലിറ്റി KYC ചെയ്യണം എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പൊ അതിന് നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ല. നമ്മൾ ഫേസ് സ്കാൻ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ KYC കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് നമ്മുടെ പ്ലേ സ്റ്റോറിൽ കയറി PM കിസാൻ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അവിടെ കിട്ടും നമുക്ക് PM കിസാന്റെ ഒരു ആപ്പ്. ആ ആപ്പിനകത്ത് നമ്മൾ നമ്മുടെ ആധാർ നമ്പറോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ ആ KYC ചെയ്യാനുള്ള ഓപ്ഷൻ വരുമ്പോൾ ആധാർ OTP KYC വരും, അല്ലാതെ തന്നെ ഫേസ് സ്കാനിങ് KYC ഉണ്ട്. ആ ഫേസ് സ്കാനിങ് KYC കൊണ്ട് തന്നെ നമ്മുടെ ഫേസ് സ്വന്തമായിട്ട് തന്നെ ഫേസ് സ്കാൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് KYC അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് വളരെ എളുപ്പമായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും. നമ്മൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളത് അറിയാനായിട്ടാണ്. നിരവധി ആൾക്കാർ ഇപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ബാങ്കിന്റെ എന്തെങ്കിലും ഇഷ്യൂസ് ആണ്, ബാങ്കിനോടാണ് നിങ്ങൾക്ക് പേയ്മെന്റ് വരാത്ത എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളുക. ഞാനത് ചെയ്തു തരുന്നതാണ്. അല്ലാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ട് നമുക്കിപ്പോൾ നിലവിൽ ഇപ്പോൾ സാധ്യതയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിലുള്ളതുകൊണ്ട് തന്നെയും പല കാര്യങ്ങളും ഇപ്പോൾ പെൻഡിങ് നിൽക്കുകയാണ്. ഇപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് മുടങ്ങിയിട്ടുള്ള എമൗണ്ടുകളെല്ലാം നമുക്ക് സാധാരണ നേരത്തെയൊക്കെ നമുക്ക് പിറ്റേ മാസമൊക്കെ ആയിട്ട് ലഭിക്കുമായിരുന്നു. ഇപ്പോൾ ആർക്കും അത് ലഭിക്കുന്നില്ല. ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെയും നമുക്ക് ഇനി ഇപ്പോൾ വേറൊരു കാര്യങ്ങൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. ബാങ്കിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് മാത്രം കോൺടാക്ട് ചെയ്താൽ മതി. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്കും ബാങ്കിന്റെ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ശരിയാക്കി തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയ്ക്കാണ് നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ. അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.